ഹലോ, ഇപ്രാവശ്യത്തെ വീക്കെൻഡ് ഞങ്ങൾ ചിക്കനൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു കേട്ടോ. പകരം നല്ല ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ സവാള, തക്കാളി, വേപ്പില എല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയിട്ടാണ്. എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയ്ക്ക് നമ്മുടെ ഗ്രാമ്പും കറുകപ്പട്ട ഇട്ടതിന് ശേഷം ഇതെല്ലാം ഇട്ടിട്ട് പാടെ ഒന്ന് മിക്സ് ചെയ്തു. കൂടെ ഉപ്പും ചേർക്കണം കേട്ടോ. പിന്നെ ഒന്ന് അടച്ച് വെച്ച് ഈ രീതിയിലൊന്ന് ആവണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ മുട്ട ബിരിയാണിക്ക് കോമ്പിനേഷനായ കച്ചമ്പറ് ഉണ്ടാക്കാൻ നിന്നിട്ടാ. വേറെ ഒന്നുമില്ല, സവാള കുനുകുനാ അരിഞ്ഞതും അതുപോലെ പച്ചമുളകും ഉപ്പും കൂടെ ഒന്ന് തൈരിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുത്തു കേട്ടോ. ഞാൻ പിന്നെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ലാസ്റ്റ് ഞാനൊന്ന് നമ്മുടെ ആഫ്രിക്കൻ മല്ലിച്ചപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ട റോസ്റ്റ് സെറ്റ്. അടുത്തത് നെയ്ച്ചോറിൻ്റെ പണി നോക്കിയിട്ടാണ്. പിന്നെ നെയ്ച്ചോറ് ആർക്കും ഉണ്ടാക്കാൻ അറിയാത്തതല്ലേ. ഞാനൊരു 10 മിനിറ്റോളം വെള്ളത്തിൽ അരി കുതിരായിടാറുണ്ട് കേട്ടോ. എന്നിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ മുട്ട റോസ്റ്റൊക്കെ ഒന്ന് നെയ്ച്ചോറിൻ്റെ മേലെ ലെയർ ബൈ ലെയർ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം, അത്ര തന്നെ. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ഈ പെരിഞ്ചീരകം, അതുപോലെ ഗ്രാമ്പൂ അങ്ങനത്തെ കൂട്ടുകളൊക്കെ വളരെ കുറച്ച് മതിയാവും. കാരണം അതല്ലെങ്കിൽ ഇതെല്ലാം പിള്ളേരൊക്കെ എടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കും. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മല്ലിച്ചപ്പിലാട്ടാ ലാസ്റ്റ് ഒതുക്കിയത്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് മല്ലിച്ചപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിലധികം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേക്ക് ആ ഇലയൊക്കെ ഒന്ന് വാടിയിട്ട് ആ മണക്ക നെയ്ച്ചോറിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുട്ട ബിരിയാണി റെഡി ആയില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.